ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച തമിഴ്, തെലുങ്ക്, മലയാളം എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി 7ഓളം സിനിമകളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്നത്. കൊരട്ടാല ശിവ രചനയും സംവിധാനവും നിർവഹിച്ച് NTR ജൂനിയർ ഡബിൾ വേഷത്തിലെത്തുന്ന ദേവര എന്ന തെലുങ്ക് ചിത്രമാണ് ഇതിൽ ആദ്യത്തേത്. പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ സെയ്ഫ് അലി ഖാൻ, ജാൻവി കപൂർ, ശ്രുതി മറാത്തെ, പ്രകാശ് രാജ്, ശ്രീകാന്ത്, ഷൈം ടോം ചാക്കോ എന്നിവരാണ് അഭിനേതാക്കൾ. ലോകമെമ്പാടുമായി വമ്പൻ പ്രീസെയിൽ കളക്ഷനാണ് ഈ ചിത്രം നേടിയെടുത്തിട്ടുള്ളത്. ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ സംബന്ധമായി ഇന്ന് രാത്രി ഇന്ത്യൻ ടൈം 8 മണി വരെ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആന്ധ്രാപ്രദേശ് കളക്ഷനായി 35 കോടി രൂപയും, കർണാടകയിൽ നിന്ന് 6 കോടി രൂപയും, തമിഴ്നാട്ടിൽ നിന്ന് 1 കോടി 20 ലക്ഷം രൂപയുമാണ് ഈ സിനിമ പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനായി 60 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരിക്കുന്ന ദേവര വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസത്തെ പ്രീസെയിൽ ബുക്കിംഗിലൂടെ നേടിയെടുത്തിരിക്കുന്നത് 88 കോടി രൂപയുമാണ്. നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നാളെ ഓപ്പണിംഗ് കളക്ഷനായി സിനിമ 130 കോടിയോളം രൂപ കളക്ഷൻ ചെയ്യാനാണ് സാധ്യത. കേരളത്തിൽ തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം എന്നിങ്ങനെ 4 ഭാഷകളിലാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. കേരളത്തിലെ ചിത്രത്തിന്റെ വിതരണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് ആണ്. തമിഴിൽ നിന്ന് പ്രധാനമായും 3 സിനിമകളാണ് നാളെ സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്നത്. കാർത്തി നായകനായി സി പ്രേംകുമാർ സംവിധാനം ചെയ്യുന്ന മെയ്യഴകനാണ് ഇതിൽ ആദ്യത്തേത്. അരവിന്ദ് സ്വാമി, രാജ്കിരൺ, ശ്രീദിവ്യ, സ്വാതി കൊണ്ടെ, ദേവദർശിനി, ജയപ്രകാശ്, ശ്രീരഞ്ജിനി എന്നിങ്ങനെ വലിയൊരു താരനിരയും ഈ ചിത്രത്തിലുണ്ട്. 2D എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ജ്യോതിക, സൂര്യ എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. നാളെ തിയേറ്ററിലെത്തുന്ന രണ്ടാമത്തെ സിനിമ ഒരു മ്യൂസിക്കൽ ആക്ഷൻ കോമഡി എന്റർടൈൻ സിനിമയായ പേട്ടറാപ്പാണ്. SJ സിനു സംവിധാനം ചെയ്ത് ജോബി നിർമ്മിച്ച ഈ സിനിമയിൽ പ്രഭുദേവ, വേദിക, സണ്ണി ലിയോൺ, വിവേക് പ്രസന്ന, ഭഗവതി പെരുവാൾ, കലാഭവൻ ഷാജോൻ, റിയാസ് ഖാൻ എന്നിവരാണ് അഭിനേതാക്കൾ. D ഇമ്മാൻ സംഗീതം പകർന്നിരിക്കുന്ന ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ജിത്തു ദാമോദറാണ്. ധന രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന തമിഴ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഹിറ്റ്ലർ. ചെന്തൂർ ഫിലിം ഇന്റർനാഷണലിന്റെ ബാനറിൽ TD രാജ, TR സഞ്ജയ് കുമാർ എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. വിജയ് ആന്റണി, റിയ സുമൻ, ഗൗതം വാസുദേവ് മേനോൻ എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ. വിവേക് മെർവിൻ സംഗീതം നൽകിയിരിക്കുന്ന ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് നവീൻ കുമാർ I ആണ്. മലയാളത്തിൽ നിന്ന് നാളെ 3 സിനിമകൾ തിയേറ്ററെടുത്തുകയാണ്. മാത്യു തോമസ്, ബേസിൽ ജോസഫ് എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച കപ്പ് ലവ് ഓൾ പ്ലേ എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. നവാഗതനായ സഞ്ജു V സാമ്പോൾ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് അഖിലേഷ് ലതാരാജ്, ഡെൻസൺ ദുറോം എന്നിവർ ചേർന്നാണ്. അനനി ഫിലിംസിന്റെ ബാനറിൽ ആൽവിൻ ആന്റണി, അഞ്ജലീന മേരി എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. നമിത പ്രമോദ്, ഗുരു സോമസുന്ദരം, അനിക സുരേന്ദ്രൻ, ആനന്ദ് റോഷൻ എന്നിവരാണ് ഈ സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ. ഷാൻ റഹ്മാൻ സംഗീതം ഒരുക്കിയിരിക്കുന്ന ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് നിഖിൽ S പ്രവീൺ ആണ്. ഈസ്റ്റ് വെസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന ഒരു ഫാമിലി ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ചിത്തിനി. നാളെ സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന ഈ സിനിമയിൽ അമിത് ചക്കാലയ്ക്കൽ, വിനയ് ഫോർട്ട് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. സുധീഷ്, ജോണി ആന്റണി, ജോയ് മാത്യു, പ്രമോദ് വെളിയനാട്, മണികണ്ഠൻ, ശ്രീകാന്ത് മുരളി, സുജിത്ത്, പോളി വിൽസൺ എന്നിവരാണ് ഈ ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ. KV അനിൽ തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമയുടെ സംഗീതം പകർന്നിരിക്കുന്നത് രഞ്ജിൻ രാജാണ്. നാളെ സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തുന്ന മൂന്നാമത്തെ മലയാള സിനിമ അമൽ K ജോബി സംവിധാനം ചെയ്ത ഗുമസ്തൻ ആണ്. ബിബിൻ ജോർജ്, ദിലീഷ് പോത്തൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ഈ ക്രൈം ത്രില്ലർ സിനിമയിൽ അസീസ് നെടുമങ്ങാട്, അലക്സാണ്ടർ പ്രശാന്ത്, സ്മിനു ഷിജോ, ബിന്ദു സജീവ്, നീമ മാത്യു തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ. റിയാസ് ഇസ്മത്ത് തിരക്കഥ എഴുതിയ ഈ സിനിമയുടെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് സ്റ്റീഫൻ ദേവസിയാണ്. മുസാഫർ ഫിലിം കമ്പനി നിർമ്മിച്ചിരിക്കുന്ന ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് കുഞ്ഞുണ്ണി S കുമാറാണ്. ഇനി ഓണം റിലീസായി സെപ്റ്റംബർ 12 തിയേറ്ററിലെത്തി വൻ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ആദ്യ 14 ദിവസം കൊണ്ട് ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരുന്നത് 29 കോടി 5 ലക്ഷം രൂപയായിരുന്നു. 15-ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ച ചിത്രത്തിന്റെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 85 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 15 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 29 കോടി 90 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്യാൻ സാധ്യത. 15-ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ച ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 കോടിക്ക് മുകളിലാണ്. ആദ്യ 14 ദിവസം കൊണ്ട് 54 കോടി 40 ലക്ഷം കളക്ട് ചെയ്തിരുന്ന ഈ സിനിമ 15 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 56 കോടി 50 ലക്ഷം നേടിയെടുക്കാനാണ് സാധ്യത. ഓണ റിലീസ് ചിത്രങ്ങളിൽ വമ്പൻ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന രണ്ടാമത്തെ സിനിമ ARM ആണ്. ടോവിനോ തോമസ് വ്യത്യസ്തമായ 3 വേഷങ്ങളിലെത്തി ജിതിൻ ലാൽ സംവിധാനം ചെയ്ത ഈ സിനിമ ആദ്യ 14 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 43 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിരുന്നത്. ചിത്രം തിയേറ്ററിലെത്തി തുടർച്ചയായ 15-ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയും കേരള കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 1 കോടിക്ക് മുകളിലാണ്. അങ്ങനെ ആദ്യ 15 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 44 കോടിക്ക് മുകളിലാണ് ചിത്രം നേടിയെടുത്തിട്ടുള്ളത്. ഇന്ന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 2 കോടി 40 ലക്ഷം രൂപയാണ്. ആദ്യ 14 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 75 കോടി 30 ലക്ഷം കളക്ട് ചെയ്തിരുന്ന ഈ സിനിമ 15-ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയോടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 77 കോടി 70 ലക്ഷം രൂപയിലേക്ക് എത്തിച്ചേരുന്നതുമാണ്. വിവിധ ഭാഷകളിലായി നാളെ തിയേറ്ററിലെത്തുന്ന 7 സിനിമകളെക്കുറിച്ചും നിലവിൽ തിയേറ്ററുകളിൽ വൻ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന കിഷ്കിന്ദ കാണ്ഡം, ARM എന്നീ സിനിമകളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.